Hello everyone. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SGOU ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്നുള്ള സബ്ജക്റ്റിൻ്റെ 4th സെമസ്റ്ററിലുള്ള ആൻസിലറി കോഴ്സായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ 4th ബ്ലോക്ക് ആയിട്ടുള്ള റൈറ്റിംഗ് ഫോർ മീഡിയ എന്നുള്ള ബ്ലോക്കിൻ്റെ യൂണിറ്റ് 1 ആയിട്ടുള്ള ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ ഓഫ് ജേർണലിസം ഫോർ വേരിയസ് പ്രിന്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്നുള്ള യൂണിറ്റാണ്. ഇതിന് മുന്നേ ഉള്ള എല്ലാ യൂണിറ്റുകളുടെയും വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സോ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് പ്രിന്റഡ് മീഡിയയിലും ബ്രോഡ്കാസ്റ്റ് മീഡിയയുടെയും ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് ജേർണലിസത്തിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഓരോ ടൈപ്പ് ഓഫ് മീഡിയയിൽ നമ്മൾ ജേർണലിസത്തിൻ്റെ റിപ്പോർട്ട്സ് എഴുതുന്ന സമയത്തും അതിൻ്റെ ലാംഗ്വേജ് വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണ് എന്നുള്ളതിനനുസരിച്ചും എന്ത് ചേഞ്ച് ആവും, നമ്മളുടെ റൈറ്റിംഗ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ആവാനുള്ള സാധ്യതകളുണ്ട്. സോ നമുക്ക് നോക്കാനുള്ളത് പ്രിൻറ്റഡ് മീഡിയയിൽ എങ്ങനെയാണ്, ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. പ്രിൻറ്റിംഗ് മീഡിയയിൽ നമുക്ക് 2 കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാനുള്ളത്. ന്യൂസ് പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അതേപോലെ മാഗസിൻ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്: റേഡിയോ, TV, ഇൻ്റർനെറ്റ്. ഓക്കെ, സോ ഈ ഓരോ സെക്ഷനിലും എങ്ങനെയാണ് ലാംഗ്വേജ് വരുന്നത് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ആദ്യം നമുക്ക് നോക്കാനുള്ളത് പ്രിൻറ്റിംഗ് മീഡിയ എന്നുള്ളതിലാണ്. അതിലാദ്യത്തെയാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. സോ ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ജനറലി പറയുന്ന പോലെ കൺസൈസ് ആയിരിക്കണം, ഫാക്ച്വൽ ഇൻഫർമേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ വേണം നമ്മൾ ന്യൂസ് പേപ്പറിൽ എഴുതുന്ന സമയത്ത് എഴുതാൻ വേണ്ടിയിട്ട്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്താണ് എന്നുള്ളത് നമ്മൾ മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ കൊടുക്കും, ആദ്യം തന്നെ കൊടുക്കും. ലീഡിംഗ് പാരഗ്രാഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അതിനുശേഷമാണ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ താഴെ കൊടുക്കാറുള്ളത്. സോ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളും പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ലീഡ് പാരഗ്രാഫിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, 5 W'സിനുള്ള ആൻസേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും: ഹൂ, വാട്ട്, വെൻ, വേർ, വൈ. ഓക്കെ, സോ ഇത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടോൺ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പേഴ്സണൽ ഒപ്പീനിയൻസോ ബയാസോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ സബ്ജക്റ്റീവ് ലാംഗ്വേജ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കാര്യങ്ങൾ ന്യൂസ് പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സ്വന്തം അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ന്യൂസിൻ്റെ ഇടയിൽ കുത്തിക്കേറ്റേണ്ട കാര്യമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ കൺസൈസ് ആയിട്ടുള്ള ഫോർമാറ്റിൽ വേണം നമ്മൾ ന്യൂസുകൾ എഴുതാനായിട്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ 4th ആണ് ഹെഡ്ലൈൻസ് പറയുന്നത്. ഹെഡ്ലൈൻസ് എപ്പോഴും കൺസൈസ് ആയിരിക്കണം, അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആ ഒരു മെയിൻ സ്റ്റോറീനെ സമ്മറൈസ് ചെയ്ത് ഹെഡ്ലൈൻ വായിച്ചാൽ തന്നെ എന്താണ് അതിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ആട്രിബ്യൂഷൻ ആൻഡ് സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് എവിടെ നിന്നാണോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് ആ സോഴ്സിലേക്ക് അതിനെ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള കോട്ടുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ മാർക്കിൻ്റെ അകത്തായിരിക്കണം, കോഡ്സിനകത്തായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇനി ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. പാസീവ് വോയിസിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ആക്റ്റീവ് വോയിസുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 7th പോയിന്റ് ആണ് ജാർഗൺസും അബ്രിവേഷൻസും ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത്. കുറച്ച് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ജാർഗൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അതിനുവേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യുക, അതിൻ്റെ യൂസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അബ്രിവേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫോം നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ ഷോർട്ട് ഫോംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് ആണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാം പ്രൂഫ് റീഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ പങ്ക്ച്വേഷനിൽ മിസ്റ്റേക്കോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രൂഫ് റീഡ് ചെയ്തിട്ട് വേണം അത് ഫൈനലൈസ് ചെയ്യാനായിട്ട്. അക്യുറസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ നെക്സ്റ്റ് ആണ് അവോയ്ഡ് സെൻസേഷണലിസം എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സെൻസേഷണൽ ന്യൂസ് ആക്കാനോ വേണ്ടിയിട്ട് എക്സാജറേഷൻസോ മിസ് റെപ്രസെൻറ്റേഷൻസോ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ട് സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആവണം എന്ന് പറഞ്ഞിട്ട് മാസീവ് മോൺസ്റ്റർ സ്റ്റോം ടു ഡിവാസ്റ്റേറ്റ് ദ സിറ്റി എന്നൊന്നും പറയുന്ന കാര്യമില്ല. ഒരു സ്റ്റോം വരുന്നുണ്ട് എന്നുള്ളതാണ് ന്യൂസ് എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്.
ദെൻ മോർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? ന്യൂസ് പേപ്പറിലാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ആണ് മാഗസീൻസിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പ്രിന്റഡ് മീഡിയ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെയാണ് ന്യൂസ് പേപ്പർ, അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിയത്. ദെൻ രണ്ടാമത്തെയാണ് മാഗസീൻസ് എന്ന് പറയുന്നത്. സോ മാഗസീൻസിൻ്റെ റൈറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റിക്ക് സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് മാഗസീൻ എന്ന് പറയുന്നത്. നമ്മളിതിൽ കൂടുതലായിട്ടും ആർട്ടിക്കിൾസ്, ഫീച്ചേഴ്സിൻ്റെ ആർട്ടിക്കിൾസ്, ഹ്യൂമൻ ഇൻട്രസ്റ്റിൻ്റെ സ്റ്റോറീസ്, പ്രൊഫൈൽസ്, ഇൻഡെപ്ത് റിപ്പോർട്ടിംഗ് ഒക്കെ ആയിരിക്കും ഇതിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ മാഗസീൻസിൽ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെയാണ് നറേറ്റീവ് സ്റ്റൈലായിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. റീഡറിനെ ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്റ്റോറി ടെല്ലിംഗ് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് അനക്ഡോട്ട്സ് യൂസ് ചെയ്യാം, വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം, പേഴ്സണൽ എക്സ്പീരിയൻസ് കൊടുക്കാം. ഇതൊക്കെ വായിക്കുന്ന ആൾക്കാരെ കുറച്ചുകൂടെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ ഫീച്ചർ ലെങ്ത് ആർട്ടിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലോങ്ങർ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും ന്യൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ. കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും നമ്മളിതിൽ കൊടുക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ദെൻ എൻഗേജിങ് ആയിട്ടൊരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. റീഡേഴ്സിൻ്റെ ഇമോഷൻസും സെൻസസും ഒക്കെ ഉണർത്താൻ സാധിക്കുന്ന, അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജ് വേണം നമ്മൾ എൻഗേജിങ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ദെൻ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻസും അനാലിസിസും ഒക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്ററി ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് റീഡേഴ്സിന് കിട്ടുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് വേരിയഡ് ലെങ്ത് ആൻഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മാഗസീനിലെ ആർട്ടിക്കിൾസ് ഓരോന്നിനും ഓരോ ലെങ്ത് ആയിരിക്കും, ഓരോ ഫോർമാറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ വേഴ്സാറ്റിലിറ്റി തന്നെ അതിൽ വരുന്നതാണ്. ചിലതിലൊക്കെ സൈഡ് ബാർസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഫോട്ടോ സ്പ്രെഡ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്തത് എഴുതിയിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ പല രീതിയിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കുക. ദെൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻസും സബ് ഹെഡിങ്സും നമുക്ക് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ഇൻട്രൂസിങ് ആവുന്ന, ആൾക്കാർക്ക് ആർട്ടിക്കിൾ ഫർദർ എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഹെഡിങ്സ് ഒക്കെ വേണം യൂസ് ചെയ്യാനായിട്ട്. ദെൻ തീമാറ്റിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫോക്കസ് നമുക്ക് കൊടുക്കാം. അതായത് സ്പെസിഫിക് തീംസോ ലൈഫ് സ്റ്റൈൽസോ ഒക്കെ പറയാനായിട്ട് നമുക്ക് പറ്റും. ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കിത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ എഡിറ്റോറിയൽ വോയിസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് പബ്ലിക്കേഷൻ്റെ ടോണും സ്റ്റൈലും ഒക്കെ വരുന്ന രീതിയിൽ റൈറ്റേഴ്സിന് ആ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് മാഗസീൻ്റെ വോയിസുമായിട്ട് അതിനെ അലൈൻ ചെയ്ത് പറയുന്ന രീതിക്ക് എഡിറ്റോറിയൽ വോയിസിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ ശ്രദ്ധിക്കേണ്ടത്? മാഗസീൻ്റെ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂസ് പേപ്പറിൻ്റെയും മാഗസീൻ്റെയും എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അത് പ്രിൻറ്റിംഗ് മീഡിയയിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തെയാണ് ബ്രോഡ്കാസ്റ്റ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെയാണ് റേഡിയോ എന്ന് പറയുന്നത്. റൈറ്റിംഗ് ഫോർ റേഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആദ്യത്തെയാണ് ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ് എന്ന് പറയുന്നത്. സോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറേ തവണ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എല്ലാ മീഡിയയിലും അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ. റേഡിയോ നമ്മുടെ സ്പോക്കൺ വേർഡിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആൾക്കാർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യുക. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള വെക്കാബുലറിയോ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളോ ഒന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക. ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ സെൻറ്റൻസ് കുറച്ചുകൂടെ ഷോർട്ടർ ആവും, കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വരുന്നതാണ്. സോ ഡയറക്റ്റ് ആൻഡ് എൻഗേജിങ് ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളത് റേഡിയോനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ വോയിസിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ഒരു സ്പോക്കൺ വേർഡ്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. നെക്സ്റ്റ് ആണ് കോൺവെർസേഷണൽ ടോൺ യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ ഇൻറ്റിമേറ്റ് മീഡിയം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ഒരു ലിസണറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആവും. കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ നമ്മളുടെ അക്കോർഡിംഗ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ പ്രൊനൗൺസിയേഷൻ ആൻഡ് എനൗൺസിയേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് സ്ലാങ്ങുകളൊന്നും യൂസ് ചെയ്യാതെ, എന്നാൽ ഓവർലി കാഷ്വൽ ലാംഗ്വേജിലൊന്നും യൂസ് ചെയ്യാതെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പ്രൊനൗൺസിയേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻഫർമേഷൻ എഫക്റ്റീവായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മൾ സ്റ്റംബ്ലിങ് ഓവർ വേർഡ്സും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ കിട്ടാതെ അതിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വേർഡ്സും സെൻറ്റൻസൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് വേരിയഡ് സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഷോർട്ട് സെൻറ്റൻസസിൻ്റെയും ലോങ് സെൻറ്റൻസസിൻ്റെയും ഒരു മിക്സ് വേണം നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് ആൾക്കാരെ നിർത്താനായിട്ട് പറ്റുള്ളൂ. അവരുടെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് സ്പീക്കിംഗ് കൊണ്ടുവരാനും ഇത് ഹെൽപ്ഫുള്ളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ ശ്രദ്ധിക്കേണ്ടത്? റേഡിയോ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെയാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. സോ ടി വിയിലേക്ക് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ഇവിടെ വോയിസും വരും,
ഓഡിയോയും വരും എന്നുള്ളത് കൊണ്ട് ഓഡിയോയും വരും വീഡിയോയും വരും എന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. സോ ഇതിലും ആദ്യത്തെ പോയിന്റ് കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്നുള്ളത് തന്നെയാണ്. സോ ഈ എഴുതുന്നത് കൺസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഓരോ സ്റ്റോറിക്കും ലിമിറ്റഡ് ടൈമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിൽ തീരും പറ്റുന്നതായിരിക്കണം. സെൻറ്റൻസസ് ഒക്കെ ഷോർട്ട് ആയിരിക്കണം. വ്യൂവേഴ്സിന് പെട്ടെന്ന് ഇൻഫർമേഷൻ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വേണം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറാണ്. കുറേ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അതേ കാര്യം തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയേണ്ടതാണ്, ബിഗിനിങ്ങിൽ തന്നെ പറയേണ്ടതാണ്. സോ പെട്ടെന്ന് തന്നെ അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കണം. ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് താഴെ എഴുതാവുന്നത്. ദെൻ മൂന്നാമത്തെ കാര്യമാണ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. വിഷ്വൽ എലമെൻസിൽ ഹെവിലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെ വിഷ്വൽസിനെ അറേഞ്ച് ചെയ്യണം, വീഡിയോ ക്ലിപ്സ് എവിടെയൊക്കെ വരണം, ഇമേജസ് എവിടെ വരണം, മാപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഗ്രാഫിക് യൂസ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ എങ്ങനെയാണ് വരേണ്ടത്, ആ ഒരു സ്റ്റോറി ടെല്ലിംഗിൽ ഇത് എങ്ങനെ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും, വ്യൂവേഴ്സിന് കുറച്ചുകൂടെ ആ സ്റ്റോറി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ആക്റ്റീവ് വോയിസിൽ വേണം ഈ ഒരു റൈറ്റിംഗ് നമ്മൾ എഴുതാനായിട്ട്. കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും വ്യൂവറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈസിയർ ടു ഫോളോ എന്നുള്ള രീതിക്ക് ഓഡിയൻസിന് തോന്നാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യാവുന്നതാണ്. കോൺവെർസേഷണൽ ടോൺ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി സ്പീക്ക് ചെയ്യുന്ന പോലെ അവരെ എൻഗേജിങ് ആക്കി വെക്കാനായിട്ട് നമുക്ക് കോൺവെർസേഷണൽ ടോൺ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്നില്ല. ദെൻ നെക്സ്റ്റ് ആണ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഇമോഷണലി വ്യൂവേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പേഴ്സണൽ അനക്ഡോട്ട്സോ ഇൻ്റർവ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് രീതി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് പ്രൊണൗൺസിയേഷൻ ആൻഡ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരേ പോയിന്റുകൾ തന്നെ റിപ്പീറ്റഡ്ലി എല്ലാ മീഡിയയിലും വരുന്നതാണ്. സോ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊണൗൺസിയേഷനും ആർട്ടിക്കുലേഷനും നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ നെയിംസ്, പ്ലേസസ്, ടെക്നിക്കൽ ടേംസ് ഒക്കെ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പ്രോപ്പർലി പ്രൊണൗൺസ് ചെയ്യുക. ചിലപ്പോൾ ഫോറിനിലുള്ള ആൾക്കാരുടെ പേരുകളോ സ്ഥലങ്ങളോ ഒക്കെ പ്രൊണൗൺസ് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ദെൻ ടൈം ലൈൻനെസ് നമുക്ക് കാണിക്കാവുന്നതാണ്. ടെലിവിഷൻ ന്യൂസ് നമ്മൾ ടൈംലി ആണ് കാണിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് വേണം അതിൽ പറയാനായിട്ട്. ഏതെങ്കിലും പുതിയൊരു ഇൻഫർമേഷൻ അപ്പോൾ അവൈലബിൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ ജാർഗൺസും അബ്രിവിയേഷൻസും ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും ഇൻഡസ്ട്രി സ്പെസിഫിക് ജാർഗൻസ് വരുവാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അത് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അബ്രിവിയേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമിൽ അത് ഫുൾ ഫോം ആയിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ കൊടുക്കുമ്പോൾ ഷോർട്ട് ഫോംസ് ആയിട്ട് കൊടുക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഫുൾ ഫോം ആ ഒരു ന്യൂസിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻസ് കൊടുക്കുക. ബിറ്റ്വീൻ സെഗ്മെൻറ്റ്സോ ബിറ്റ്വീൻ സ്റ്റോറീസോ ഒക്കെ കൊടുക്കുന്നതിൽ ഒരു ടോപ്പിക്കിൽ നിന്നും അടുത്ത ടോപ്പിക്കിലേക്ക് ലീഡ് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ടി വിയിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് മീഡിയയുടെ റൈറ്റിംഗ് ആണ്. അതിൽ ആദ്യം നമ്മൾ നോക്കിയത് റേഡിയോ ആണ്, രണ്ടാമതാണ് ടെലിവിഷൻ, ഇനി മൂന്നാമത്തെ ആണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് ഫോർ ഇൻ്റർനെറ്റ്, ഓൺലൈൻ ജേർണലിസം അല്ലെങ്കിൽ ഡിജിറ്റൽ ജേർണലിസം ഒക്കെ കുറച്ച് കൂടുതലുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ അവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റൻഷൻ ഗ്രാബിംഗ് ഹെഡ്ലൈൻസ് വേണം കൊടുക്കാനായിട്ട്. അത് കൺസൈസ് ആയിരിക്കണം, അറ്റൻഷൻ ഗ്രാബിംഗ് ആയിരിക്കണം, മെയിൻ പോയിന്റ് ഓഫ് ദ സ്റ്റോറി കാണിക്കുന്നതായിരിക്കണം, റീഡേഴ്സിനെ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യിപ്പിച്ച് കൂടുതൽ വായിപ്പിക്കുക എന്നുള്ളതായിരിക്കണം അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെയാണ് SEO ഫ്രണ്ട്ലി കണ്ടന്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് വരണം എന്നുള്ളതാണ് ഇവിടെ SEO എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സോ ഫ്രേസസോ നമ്മൾ ആഡ് ചെയ്യുക ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾസിൽ. സോ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളുടെ സെർച്ച് റിസൾട്ടിൽ ഹയർ ആയിട്ട് നിൽക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ വിസിബിലിറ്റി കൂടുതലാക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ ഹാഷ്ടാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ സർട്ടൻ കീവേഡ്സ് ഉണ്ട്, നമ്മൾ എന്താണോ ഈ സെർച്ച് എഞ്ചിനിൽ തിരയുന്നത് ആ ഒരു കീവേഡ് വെച്ചിട്ടായിരിക്കും ആ ആർട്ടിക്കിൾസ് നമ്മളുടെ സ്ക്രീനിലോട്ട് വരുന്നുണ്ടായിരിക്കുക. സോ ആ കീവേഡ്സ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ. എഗെയിൻ സെയിം കാര്യമാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഫസ്റ്റ് കുറച്ച് പോർഷനിൽ ഇൻട്രൊഡക്ടറി പാർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ബാക്കിയുള്ളതൊക്കെയാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ താഴെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് ആണ്, സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ താഴെ കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് ആണ് എൻഗേജിങ് ആൻഡ് സ്കാനബിൾ കണ്ടന്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ സ്കാൻ ചെയ്ത് നോക്കുന്ന കാര്യമാണ് ചെയ്യാറുള്ളത്. സോ ഷോർട്ട് പാരഗ്രാഫ്സ് ആയിട്ട് കൊടുക്കുക, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കുക, സബ് ഹെഡിങ്സ് കൊടുക്കുക, എന്തെങ്കിലും വിഷ്വൽസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ആക്സസിബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് മൾട്ടിമീഡിയ ഇൻ്റഗ്രേഷൻ.
റൈറ്റിങ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും. സോ അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ ഇമേജസോ വീഡിയോസോ ഇൻഫോഗ്രാഫിക്സോ ഇൻറ്ററാക്റ്റീവ് ഗ്രാഫിക്സോ ഒക്കെ നമുക്ക് റീഡേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും റെലവൻറ്റ് സോഴ്സസോ ആർട്ടിക്കിൾസോ ഒക്കെ നമുക്ക് ഫർദർ റീഡബിലിറ്റിക്ക് വേണ്ടി കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഹൈപ്പർ ലിങ്ക്സ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ആവുന്ന സമയത്ത് അവർക്കത് വായിക്കണം എന്നുള്ള ആൾക്കാർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, അതിൻ്റെ സോഴ്സിൽ നിന്നും ആ ഒരു ആർട്ടിക്കിളും കൂടെ അവർക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് സോഷ്യൽ മീഡിയ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ലിങ്കും കൂടെ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഷെയർ ബട്ടണോ ട്വീറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഷെയറബിൾ കോഡ്സ് അവർക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് മൊബൈൽ റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. അതായത് ഓൺലൈൻ ന്യൂസ് കണ്ടന്റ് എപ്പോഴും മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. സ്മാർട്ട് ഫോൺസിലും ടാബ്ലറ്റ്സിലും ഒക്കെ ക്വിക്ക്ലി ലോഡ് ആവുന്ന തരത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ കണ്ടന്റ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. ദെൻ എൻഗേജിങ് ഓപ്പണിങ്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഫസ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് ബാക്കിയും കൂടെ വായിക്കാൻ തോന്നണം. ഓക്കെ, ആ രീതിയിൽ കുറച്ചൊരു എൻഗേജിങ് ആയിട്ടുള്ള ബിഗിനിങ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ആണ് ഇൻറ്ററാക്ടിവിറ്റി ആൻഡ് റീഡർ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. റീഡറിൻ്റെ എൻഗേജ്മെൻറ്റ് കൊണ്ടുവരിക, എന്തെങ്കിലും സെക്ഷൻസോ കമൻറ്റ് സെക്ഷൻസോ അല്ലെങ്കിൽ പോളുകളോ സർവേസോ അങ്ങനെ ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള റീഡേഴ്സും കൂടെ തോന്നണം അവരും കൂടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. ആ രീതിയിലുള്ള കണ്ടന്റുകൾ കൊണ്ടുവരാവുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിൾസിനെ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നതിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് റീഡേഴ്സിനെ എൻഗേജ്ഡ് ആയിട്ട് നിർത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനെറ്റിൻ്റെ കേസിൽ നോക്കാനുള്ളത്. ഇതേ കാര്യങ്ങളാണ് വീണ്ടും അടുത്ത പാരഗ്രാഫിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത് ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ ഓഫ് ജേർണലിസം ആണ്. അത് പ്രിൻറ്റഡ് മീഡിയയിലാണെന്നുണ്ടെങ്കിലും ബ്രോഡ്കാസ്റ്റ് മീഡിയയിലാണ് എന്നുണ്ടെങ്കിലും. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.